കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു എന്ന വാർത്ത വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിൽ മുൻകരുതൽ സ്വീകരിക്കണം. അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലെയിനർ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം? അപ്പോൾ അത് എത്രമാത്രം അപകടകാരിയാണ് എന്ന് നമ്മൾ അറിയേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ചികിത്സയും പ്രതിരോധവും എങ്ങനെയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു മുൻകരുതൽ നടപടിക്ക് ആവശ്യമായിട്ട് അറിയുന്നു. ഒരു ബോധവൽക്കരണത്തിനും ഇത് ആവശ്യമാണ്. സ്മിത ഹരിദാസ് തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനറാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു വിഭാഗം അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗമുണ്ടാകുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒരു രോഗബാധയാണിത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ, ആ സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുന്നു. മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. മരണസാധ്യത കൂടുതലാണ് എന്നതാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുന്നു. അങ്ങനെ ആ കലങ്ങുന്നതിലൂടെ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അണുബാധയുണ്ടായാൽ ഒരാഴ്ചയ്ക്കകം അല്ലെങ്കിൽ 9 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യും. ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നല്ലേ? തീവ്രമായ തലവേദന ഉണ്ടാകും, പനി, ഛർദി, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖതയുണ്ടാകും, ക്ഷീണം, തളർച്ച. ഈ രോഗം ഗുരുതരാവസ്ഥയിലായാൽ ഫിറ്റ്സ് ഉണ്ടായേക്കാം, ബോധക്ഷയമുണ്ടാകും, ഓർമ്മക്കുറവ്. ഇതെല്ലാം ലക്ഷണങ്ങളാണ്. രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക, അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തിട്ടുള്ളവർ ആ വിവരം കൃത്യമായി ഡോക്ടറോട് പറയണം. നട്ടെല്ലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് PCR പരിശോധനയിലൂടെയാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. ഈ രോഗത്തിന് പ്രത്യേകമായി ചികിത്സയില്ല, മരുന്നുകളുടെ സംയുക്തമാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. അതായത് ലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. അപസ്മാരം നിയന്ത്രിക്കുക, വേദന സംഹാരികൾ തുടങ്ങിയ മരുന്നുകളൊക്കെ വിദഗ്ധ നിർദ്ദേശത്തിലാണ് ഉപയോഗിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് മരുന്ന് നൽകി തുടങ്ങിയാൽ രോഗം എത്രയും പെട്ടെന്ന് ഭേദമാകും. ഇനി പ്രതിരോധത്തെക്കുറിച്ചാണ്. പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ വെള്ളത്തിൽ അല്ലെങ്കിൽ കുളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ളവർ, തലയിൽ മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്നതും ഒക്കെ പരമാവധി ഒഴിവാക്കണം. മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുത്. മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പും ഉപയോഗിക്കാം. അല്പം ജാഗ്രത പാലിച്ചാൽ ഇത് പകരുന്നത് അല്ലെങ്കിൽ ഇത് കൂടുതൽ വ്യാപിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വയം ചികിത്സ അരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.